കാട്ടാനശല്യം ഒഴിയാതെ പീരുമേട് ഇന്നലെ വൈകിട്ടും രാത്രിയിലുമായി കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി. കൃഷി, കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ കാട്ടാന നശിപ്പിച്ചു. കാട്ടാനകൾ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നതിനാൽ പ്രദേശവാസികൾ ഭീതിയോടെയാണ് കഴിയുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി പീരുമേട്ടിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ രാത്രി സമയങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൃഷിയിടത്തിൽ വ്യാപക നാശമാണ് വരുത്തുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. ഇതോടൊപ്പം പ്രദേശവാസിയുടെ കുടിവെള്ള ടാങ്കും കാട്ടാന നശിപ്പിച്ചു. കാട്ടാനകൾ നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാട്ടാനകളെ തുരത്താനുള്ള ശാശ്വത നടപടി ഉണ്ടാക്കാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. ഇത് നാട്ടുകാരുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുകയും ചെയ്യും. എല്ലാ ദിവസവും നമ്മുടെ ഇവിടെ കാട്ടാന വരുന്നുണ്ട്. കാട്ടാന വരുന്നത് ഞങ്ങളിപ്പോൾ അതിന് വേണ്ടി അതിന് കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഏലവെല്ലാം ഒരുമാതിരി ഇപ്പോൾ വിലക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇനി 1-2 തെങ്ങൂടുണ്ട്. അതുവരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഭക്ഷണം കൊടുക്കുക. ഇനി നാളെ എന്ത് കൊടുക്കുമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങളിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ കാട്ടാനയായിട്ട് വളരെ സൗഹൃദത്തിലാണ് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കും അത് മനസ്സിലായതുകൊണ്ട് പുതിയ അതിഥികൾ എല്ലാ ദിവസങ്ങളും വരുന്നുണ്ട്. ഞങ്ങൾ അവരെ വളരെ സൗഹാർദ്ദപൂർവ്വം ഞങ്ങളൊരു വലിയൊരു പ്രകൃതി ആയിട്ടുള്ള സംയോജനത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ആന വരുന്നതിനോട് ഞങ്ങൾക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. വനം വകുപ്പ് ഏതായാലും ഞങ്ങളെ ഇഷ്ടംപോലെ സഹായിക്കുന്നുണ്ട്. പടക്കം പൊട്ടിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല കാര്യമാണ്, ആന വരട്ടെ. അതിനിപ്പം കാപ്പിയായാലും തിന്നാൻ പറ്റുമല്ലോ. ഉൾക്കാട്ടിൽ നിന്ന് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ ട്രെഞ്ച് അടക്കമുള്ളവ നിർമ്മിച്ചാൽ വിഷയത്തിന് ശാശ്വത പരിഹാരമുണ്ടാകും. എന്നാൽ ഇക്കാര്യങ്ങൾക്കൊന്നും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓരോ തവണ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴും വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ച് കാട്ടാനകളെ വിരട്ടി ഓടിക്കുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും ചെയ്യുന്നില്ലെന്നും ആളുകൾ പറയുന്നു. പകൽ ജനവാസ മേഖലയ്ക്ക് സമീപം നിലയുറപ്പിച്ച ശേഷം രാത്രി സമയങ്ങളിൽ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ്. നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിൽ തന്നെ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കാട്ടാനകൾ. പീരുമേട്ടിലെ സർക്കാർ അതിഥി മന്ദിരം, IHRD സ്കൂൾ, സബ് ട്രഷറി, എക്സൈസ് ഓഫീസ് എന്നിവയടക്കം സ്ഥിതി ചെയ്യുന്ന മേഖലയിലാണ് കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നത്. നിരവധി പ്രദേശവാസികളും മേഖലയിൽ പാർക്കുന്നുണ്ട്. കാട്ടാനശല്യം നിരന്തരമായി ഉണ്ടാകുന്നതോടെ കൃഷികളടക്കം ഉപേക്ഷിച്ച് ജീവിക്കാനായി മറ്റു മാർഗങ്ങൾ തേടുകയാണ് നാട്ടുകാർ. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.